എൻ്റെ പേര് ഷിജി, ഇതെൻ്റെ മകള് നമിത. ഞങ്ങളൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് എൻ്റെ കൈ സ്ഥിരം വേദനയായിരുന്നു. കൈ ഡോക്ടറെ 2-3 പ്രാവശ്യം കാണിച്ചപ്പോഴും അത് 35 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അതിന് ശേഷമാണ് വേറെ ഡോക്ടറെ പോയി കണ്ടപ്പോഴാണ് കയ്യിലൊരു സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടത്. സിസ്റ്റ് അത്യാവശ്യം വലുതായിരുന്നു. അതിനുശേഷം അത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറിക്ക് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കൂടുതലായി പറയുന്നത് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കൂടുതൽ പൊങ്ങില്ല, റിവേഴ്സായിട്ട് അതിന് കമ്പി ഇടണമെന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ ജോലിയും ചെയ്യുന്ന എൻ്റെ ജോലി കൊണ്ടാണ് വീടും കഴിയുന്നത്. ഞങ്ങൾ വളരെയധികം തകർന്നു പോയിരുന്നു. പക്ഷേ സർജറി കഴിഞ്ഞ് 3 മാസം ഫിസിയോതെറാപ്പി ചെയ്തു. എന്നിട്ടും കൈ അത്ര ശരിയായില്ലായിരുന്നു. പക്ഷേ കമ്പനിയിൽ നിന്ന് ജോലി മാറ്റി വേറെ ജോലി അത്യാവശ്യം ചെയ്യാവുന്ന ജോലിയിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. എന്നെ സർജറിക്ക് കയറ്റാൻ നേരത്ത് ഞാൻ വളരെയധികം കരഞ്ഞായിരുന്നു. സർജറിക്ക് തൊട്ട് മുമ്പ് ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ സിസ്റ്ററാണ് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞത്, മോളൊന്നും കൊണ്ടും വിഷമിക്കണ്ട, കൃപാസനം മാതാവിനെ വിളിച്ചോ, മാതാവിൻ്റെ അടുത്ത് നിന്ന് ഉടമ്പടി എടുക്കാമെന്ന് നേർന്നോ, അച്ഛനെ കണ്ട് സാക്ഷ്യം പറഞ്ഞോ, മോൾക്ക് എന്തായാലും മോൾക്കിത് പറ്റും, ഇത് കൈ ശരിയാവും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വസിച്ചാണ് പിന്നെ പ്രാർത്ഥന ചെറുതായി തുടങ്ങിയത് തന്നെ. അതിനുശേഷം ജോലി സ്ഥലത്ത് ചെന്ന് പതിയെ കൈകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്നാലും കൈ ശരിയായില്ല. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് സ്ഥിരം പിന്നെ ഞങ്ങൾ അറിയില്ല എങ്ങനെയാവും മാതാവിനെ രാവിലെയും വൈകുന്നേരം വിളിച്ച് കരഞ്ഞ് അപേക്ഷിക്കണേന്ന് എനിക്കറിയില്ല. ഡോക്ടർക്കിടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് 40% പോലും ശരിയാവില്ല എന്ന് വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഇത് 80% ഓക്കെ ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ എനിക്ക് ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മോൾക്ക് പുറത്തുപോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങളതിന് വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചു. അങ്ങനെയാണ് PT എഴുതി അവൾ പാസ്സായി കഴിഞ്ഞ് ആദ്യത്തെ ഏജൻസിയിൽ ഓസ്ട്രേലിയക്ക് വിസ ഉള്ള കാര്യങ്ങൾ ചെയ്തു. എല്ലാം ആ സമയമായപ്പോൾ അവർ പറഞ്ഞു യൂണിവേഴ്സിറ്റി അത് റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതോടുകൂടി ആകെ വിഷമായി. രണ്ടാമത് ഞങ്ങൾ ഒന്നും കൂടി ശ്രമിച്ചു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒരുവിധം തടസ്സങ്ങളോടുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ തടസ്സങ്ങളിലും ഞാൻ മാതാവിനോട് വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന നേരായ രീതിയിലായിരുന്നില്ല. എല്ലാം സമയത്തിന് നടത്താനും പറ്റിയില്ല. അതുകൊണ്ടായിരിക്കണം മാതാവ് എന്നെ പരീക്ഷിക്കുകയും ചെയ്തു. മോൾക്കിടെ ആ വിസ റിജക്റ്റായി. അതോടുകൂടി മാനസികമായി ആകെ തകർന്നു. ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് മാപ്പ് അപേക്ഷിച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് പറയുകയും ചെയ്തു, മാതാവേ എൻ്റെ തെറ്റുകൾ എന്നോട് പുറത്ത് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ കുഞ്ഞിനെ കൊണ്ടെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ അടുത്ത വിസയ്ക്ക് വെച്ചത്. ആ വിസയ്ക്കും തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്ത് കാര്യത്തിനിറങ്ങുമ്പോഴും മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലിരിക്കും. ഞാൻ മാതാവിനോട് കരഞ്ഞു പറയും, മാതാവേ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറ്റി തന്നേക്കണേന്ന്. എത്ര വലിയ മല പോലെ വരുന്ന തടസ്സങ്ങളും അതെങ്ങനെയാണെന്നറിയില്ല, അത് മാറിക്കിട്ടും. മാതാവ് അത് നടത്തി തരും. വിസ വയ്ക്കാൻ ചെല്ലണ സമയത്ത് പോലും പൈസ അക്കൗണ്ടിൽ നിന്ന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ബ്ലോക്കുകൾ. പക്ഷെ അത് നിമിഷ നേരം കഴിയുമ്പോൾ അത് മാതാവിൻ്റെ ആ കാശ് രൂപത്തിയിട്ട് ഞാനൊന്ന് ചേർത്ത് നെഞ്ചോട് പിടിക്കുമ്പോഴത്തേക്കും അതെങ്ങനെയോ അത് മാറിപ്പോവുക. ചൊവ്വാഴ്ച മോൾക്ക് വിസ വെച്ചു, വ്യാഴാഴ്ച മോൾക്ക് വിസ കിട്ടി. മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പക്ഷേ എനിക്കിപ്പം മാതാവിനെ വിട്ട് ഒന്നും വിളിക്കാൻ പോലും പറ്റില്ല. എല്ലാത്തിനും എന്ത് കാര്യത്തിനും മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചാൽ അത് ഉറപ്പമായിട്ട് അതിന് ഫലം കിട്ടും. അത് സത്യം തന്നെയാണ്. എൻ്റെ പേര് നമിത ജയൻ. എൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്നത്. അന്ന് എനിക്ക് ഒട്ടും തന്നെ വിശ്വാസം ഉണ്ടായില്ല. പക്ഷേ രണ്ടാമത് വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു. എൻ്റെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ അവിടെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് റിജക്റ്റ് ആയിന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വളരെയധികം സങ്കടം തോന്നിയിരുന്നു. എന്നാലും ഞാൻ എൻ്റെ മനസ്സിലെ ധൈര്യം കൈവിട്ടില്ല. പിന്നെ രണ്ടാമത് ഒന്നും കൂടെ ഉടമ്പടി പുതുക്കി ഞാൻ പിന്നെയും പ്രാർത്ഥന തുടങ്ങി. മുട്ടുകുത്തി തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. രാവിലെ വൈകുന്നേരം എപ്പോഴും ഞാൻ എൻ്റെ അമ്മയുടെ കരച്ചിൽ മാത്രമായിരുന്നു കണ്ടത്. ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ അമ്മയുടെ ആഗ്രഹമെങ്കിലും നീ സാധിച്ചു കൊടുക്കണേന്ന്. അങ്ങനെ എനിക്ക് തന്നെ അത്ഭുതമായി തോന്നി. ഞാൻ ചൊവ്വാഴ്ച വെച്ച് വ്യാഴാഴ്ച രാവിലെ തന്നെ എനിക്ക് പാസ്സായി. അതിന് ഞാൻ മാതാവിനോട് വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ അമ്മയുടെ അസുഖം തീർത്തതിനും അതിന് തന്നെ ഞാൻ മാതാവിനോട് വളരെയധികം നന്ദി പറയുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ
യോഹന്നാൻ 1:16 തിരുവചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുവാനായിട്ട് ഓരോ മക്കൾക്കും കഴിയുന്നത്, അതിനെ അവരെ യോഗ്യരാക്കുന്നത് ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടിയിൽ ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദാനം അത് എങ്ങനെയാണ് വ്യക്തികൾ പാലിക്കുക, തങ്ങൾ ഏത് പരിതസ്ഥിതിയിൽ നിന്ന് വരുന്നവരാണ്, തങ്ങൾക്കിന്ന് എങ്ങനെയാണ് ഈശോയും അമ്മയും നെഞ്ചോട് ചേർത്ത് കാശുരൂപം പിടിച്ച് പറയുന്ന ഒരു കാര്യവും അമ്മ നിരസിക്കില്ല. ഈ കാശുരൂപം ഒന്ന് മുറുകെ പിടിച്ച് എവിടെ പോയാലും അവിടെയൊക്കെ ഞങ്ങൾക്ക് മുമ്പേ അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറുന്നു. അതായത് കുടുംബത്തിൻ്റെ ഒരംഗമായിട്ട് നാം അമ്മയെ കൂടെ കൂട്ടണം. നാം എവിടെയോ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാനും, അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഏതോ ഒരു മൂലയിലുള്ള ഒരു ദൈവവും അതല്ല. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടിയിട്ട് വഴികൾ തുറക്കുന്ന ദൈവം, മല പോലെ വരുന്ന പല പ്രശ്നങ്ങളും ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. യെശയ്യാ 45 നാം വായിക്കുന്ന തിരുവചനങ്ങളാണ്. ഈ തിരുവചനങ്ങൾ ഇതൊക്കെ അന്വർത്ഥമാവുകയാണ്. ഉടമ്പടി ജീവിതത്തിലെ അനുഭവ സാക്ഷ്യങ്ങൾ നാം കേൾക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുന്നത്. ഇന്ന് ഈ അമ്മയും മകളും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തങ്ങൾക്ക് റിജക്റ്റായ വിസ 2 ദിവസം കൊണ്ട് വീണ്ടും തങ്ങൾക്ക് എങ്ങനെ അത് ലഭിക്കുന്നു? ഇതൊക്കെ മനുഷ്യന് ഒരിക്കലും സാധിക്കില്ലാത്ത കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് നടത്തുന്നത്. ഈശോയോട് നമ്മുടെ കാര്യം പറഞ്ഞ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഈശോയ്ക്ക് സമർപ്പിച്ച് അമ്മ നടത്തുന്ന ഒരു പ്രാർത്ഥനകളും വ്യർത്ഥമല്ല. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.